വീറും വാശിയും നിറഞ്ഞ ചതുഷ്കോണ പോരാട്ടത്തിന്റെ രാഷ്ട്രീയ ഖോദയിൽ അൻവർ അരക്കിട്ടുറപ്പിച്ച് എ കൂട്ടിക്കൊണ്ട് ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണിയുമൊക്കെയായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പക്ഷേ അൻവറിന് ചിഹ്നമില്ല എന്നുള്ളതാണ് സത്യം. അൻവറിന് ചിഹ്നം കൊടുക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അൻവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ചിഹ്നം ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷ തന്റെ രാശി ചിഹ്നമായതുകൊണ്ട് അതേ ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന ആഗ്രഹം അൻവറിന് ഉണ്ട് എങ്കിലും ദീദ് പറയുന്നത് പ്രകാരം തൃണമൂലിന്റെ ചിഹ്നം നൽകിയേ പറ്റൂ. എന്നാൽ AITC അഥവാ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന PV അൻവറിന് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ പല പ്രശ്നങ്ങളുമുണ്ട്. ഇനി ചിഹ്നം കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്ന തരത്തിലൊക്കെ ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് അൻവർ തന്നെയാണ്. ആ രംഗങ്ങൾ കാണാം. AITC ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അത് ഇവർ എന്താ പറയുക, AITCയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടും കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ AITCയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. അല്ല, ചിഹ്നത്തിൻ്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം പാർട്ടി ചിഹ്നം അതല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നം. അതെ അതെ, അതൊരു ടെക്നിക്കൽ വിഷയമാണ്. ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വിഷയമായി നിൽക്കുകയാണ്. അല്ല, അതിൽ രാഷ്ട്രീയ പാർട്ടി